സംഭവം ചെയ്യാനാണ്. എന്നാൽ നമ്മൾ ഈ ഗെയിമിലുള്ള ഇന്ത്യൻ ബൈക്ക് ഗെയിമിൽ കാർസ് അങ്ങനെ കുറച്ച് കാർസും മൊത്തം കാർസും കുറച്ച് ബൈക്സും നമ്മൾ ഇങ്ങനെ തീയിടാൻ പോവുകയാണ്. നമ്മൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ കുറേ ഫ്യൂവൽ ടാങ്കൊക്കെയാണ്. ആദ്യം നമ്മൾ ദീപാവലിയിൽ കുറച്ച് പടക്കം പൊട്ടിക്കുക, പൂജ അടിച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ അടിക്കുക, 5-6 പടക്കം പൊട്ടിക്കാം. 5-6 പടക്കം പൊട്ടിക്കാം. നമ്മൾ കുറേ പടക്കമൊക്കെ ലോഞ്ചായിട്ട് ഇട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ. അല്ലാഹുമ്മ സല്ലി ഓടിക്കോ. ഇപ്പോൾ ചത്ത് നമ്മളിപ്പോൾ വേസ്റ്റ് ആവും ഗീസ്. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ആവും. ആയില്ല ഗൈസ്, ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കിയിട്ടോണ്ടിരിക്കുന്നതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി 2-3 തോക്കൊക്കെ ഇട്ട് കയ്യിൽ വെച്ചേക്കാം, പൊട്ടിച്ച് കളിക്കാം ഗൈസ്. ഇഷ്ടം പോലെ ഗീസ് നമ്മളിത് ഇഷ്ടം പോലെ ഗ്യാസ് കുറ്റിയൊക്കെ പൊട്ടിച്ച് കളയുന്നുണ്ട്. ഞാൻ സൈക്കോ തന്നെ. ഇത് നമ്മൾ ഇഷ്ടം പോലെ ഒരു വണ്ടിയുടെ അകത്ത് മൊത്തത്തിൽ ഗ്യാസ് കുറ്റി നിറച്ചേക്കാണ് ഞാൻ. വണ്ടിയൊക്കെ മൊത്തം കരിയുമെന്ന്, വണ്ടിയിലൊക്കെ ആറാടും വണ്ടികളൊക്കെ കിടന്ന്. നമുക്കിനി നമ്മളെ മാസ്റ്റർ പീസ് ആയിട്ട് ഇതിട്ട് കൊടുക്കുക, സ്റ്റിക്കി. ടാൻ ടാഡാൻ ടാഡാൻ ടാൻ ടാഡാൻ ടാഡാൻ. നമ്മളിതിൽ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന സുപ്രയും പിന്നെ നമ്മളെ സ്വന്തം ഇതുമാണ്. അതിൻ്റെ പേരെന്തായാലും നമ്മളെ സ്വന്തം പേരും മറന്നുപോയാലും നമ്മളെ സ്വന്തം പോർഷയും. എനിക്ക് 2 സുപ്ര വാങ്ങിച്ചിട്ടാണ്. ഒരു സുപ്ര നമുക്കും ഒരു സുപ്ര ഇതിനും കളയെ നശിപ്പിക്കാനും. നമ്മളെ സുപ്ര ഇതാണ്. ഇത് RGB കളറൊക്കെ ഇട്ട് സുപ്രയാണ്. പൊട്ടിക്കാൻ തോന്നുന്നില്ല കണ്ടിട്ട്. അപ്പോൾ നമ്മളിതാ ബ്ലാസ്റ്റിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ആരംഭിക്കില്ലാങ്കടാ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കാൻ. താക്കിട താക് ദിൻ താക് ദിൻ തടാക് ദിൻ താക്കിട താക് ദിൻ. ഒരു ഹെലികോപ്റ്റർ എടുത്ത് വെച്ച് കാണാം. ഹെലികോപ്റ്ററൊക്കെ പുതിയ അപ്ഡേഷനൊക്കെ നമ്മൾ പുതിയ ഹെലികോപ്റ്ററൊക്കെ നമുക്ക് വന്ന ഗൈസ്, ഇതും കൊണ്ട് പറക്കാം. ഗ്യാസ് കണ്ടി കുറേ വണ്ടികൾക്കൊന്നും പറ്റുന്നില്ല ഗൈസ്. പൊട്ടുന്നുണ്ട് എല്ലാത്തിനും. എല്ലാ വണ്ടിക്കും ഉള്ളത് വരും. നല്ല ഇരിക്ക നമ്മളെല്ലാ വണ്ടിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. പൂത്തിരിക്കും പടക്കമൊക്കെ എല്ലാ വണ്ടിക്കും ഒന്ന് കിട്ടും അടി. ഗൈസ് ആരൊക്കെ നമ്മളെ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് കമൻ്റ് നമ്മളതാ നേരെ ഹെലികോപ്റ്റർ നല്ല ബൂന്ന് പറഞ്ഞ് തറ വീണിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇതിലോട്ടൊക്കെ എറിഞ്ഞു കൊടുക്കാം. നമ്മളെ സുപ്രയിൽ എനിക്ക് ചെയ്യാൻ ഒരാഗ്രഹവും ഇല്ല, എന്നാലും ഞാൻ ചെയ്യും. ഫെറാറിയൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല, സ്പോട്ട് വണ്ടിയാണ്. പക്ഷേ മസ്റ്റാങ്കിയൊന്നും എനിക്ക് ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച്. കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് നമ്മളെ 1K VR അടിക്കാൻ വേണ്ടി ഒരു മസ്താങ്കാണ് സഹായിച്ചത് ഗൈസ്. ഒരു വീഡിയോയ്ക്ക് നിങ്ങളാണ് നമ്മൾ അതിലും വലിയ സപ്പോർട്ട്. അത് നിങ്ങളല്ലേ കാണുന്നത് വീഡിയോ ഗൈസ്. നിങ്ങൾ ധൈര്യമായിട്ട് കോഡ് ചോദിച്ചോളൂ. നമ്മൾ ഫുൾ വീഡിയോ ചാനലിൽ കയറി കാണാമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് അറിയാം. കോഡ് ചോദിക്കുമ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളാരും നമ്മളെ വീഡിയോ കാണൂല. അല്ല നമുക്ക് ഒരു വീഡിയോ എല്ലാ ഷോർട്ടിനാണ് കേകൾ തരണത്. നമ്മൾ ഒരു വീഡിയോയ്ക്ക് 1K VR ആയാൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ വണ്ടിയുടെയും ബൈക്സിൻ്റെയും എല്ലാത്തിൻ്റെയും കോഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത് ഞാൻ സത്യം ചെയ്യണം ഗൈസ്. എല്ലാം ഒരു വണ്ടി പോലും വെറുതെ ഇടാൻ നമ്മൾ കോഡ് പറയും ഗൈസ്. നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എത്രത്തോളം ഒരു 100 കമൻറ്റും പിന്നെ ഇതിലൊരു 200 അല്ലെങ്കിൽ 100 ലൈക്കും കിട്ടി. ഈ വീഡിയോയ്ക്ക് 100 ലൈക്കും കിട്ടി. പിന്നെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. എന്നാൽ മാത്രമേ ഞാൻ കോഡ്സ് മൊത്തം ഇടുന്നതായിരിക്കും ഗൈസ്. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ വണ്ടികളിലെ എല്ലാ കോഡ്സും എല്ലാ ബൈക്സും കാർസും സ്കൂട്ടിയും എല്ലാ കോഡും ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ
മറക്കാതെ ഈ വീഡിയോ കാണണം. ഈ വീഡിയോ നിങ്ങൾക്കൊരു ഇതാണ്, കോഡുകളൊക്കെ അറിയാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. ഞാൻ എല്ലാ കോഡും പറഞ്ഞു. ഇപ്പം ഹെലികോപ്റ്ററിൻ്റെ മണ്ടേ വീണേനെ. ഇതൊരു സൂപ്പർ വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ കോഡുകളും കിട്ടുന്നത് നമ്മൾ സ്ലോ മോഷനൊക്കെ ഇട്ടിട്ടാണ്. നമ്മൾ ഈ സ്ലോ മോഷൻ മോഡ് ഇതിലിട്ടിട്ടാണ് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ സ്കൂട്ടി എടുത്തിട്ട് പറക്കാം. ഇപ്പോൾ ഒരു പ്യൂജിയും കൂടെ അടിച്ചിടാം. നമ്മൾ എന്നിട്ട് നമ്മളെ കയ്യിൽ നമ്മളെ AK എടുത്തിട്ടുണ്ട്. AK എടുത്തിട്ട് നമ്മൾ പതുക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. AK ഷൂട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ വണ്ടിയൊക്കെ ഈ സ്കൂട്ടി നിങ്ങൾ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ആരും കമൻറ്റ് ചെയ്യുന്നില്ല. 100 കമൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളിടും. ഒരു 50 കമൻറ്റെങ്കിലും ആവണം. അല്ലെങ്കിൽ നമ്മളൊരു ഗണ്ണൊക്കെ എടുത്തിട്ട് അവിടെ ആ ഗ്യാസിലോട്ടൊക്കെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആർക്കെങ്കിലും നമ്മളെ വീഡിയോ ബോറാവുന്ന അതിൻ്റെ കാരണം എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇടണം ഗൈസ്. നമ്മളോട് ആരും അങ്ങനെ പറയാൻ മടിക്കല്ലേ, എല്ലാവരും പറയണം ഗൈസ്. നമുക്കതൊക്കെ മാറ്റിയെടുത്ത് നല്ലതാക്കാം ഗൈസ്. നമ്മളെ സൗണ്ട് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ നമ്മളെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതായത് ക്ഷമിച്ച് എൻ്റെ അടുത്ത് പറയണം. അതങ്ങനെ ചെയ്യാം. നമ്മൾ ഹെലികോപ്റ്റർ മാത്രം പൊട്ടിയില്ല. നമുക്ക് ആ റാമ്പ് അടിച്ചു നോക്കി വേണ്ടി വെച്ച്. നമ്മളിനി അടുത്ത ദിവസത്തെ വീഡിയോയിലായിരിക്കും ഗൈസ് ചിലപ്പം നമ്മളെ കണ്ടെയ്നറൊക്കെ മറികടക്കണ പോലെ. നമ്മളതിൽ ഇപ്പോൾ ഈ നിലവിൽ നമ്മളെ PC-യും ഗെയിമിങ് കമ്പ്യൂട്ടറും ഒന്നുമല്ല, മൊബൈലായതുകൊണ്ട് നമ്മളതിൽ ഗെയിമൊന്നും നിലവിലില്ല. അതിൻ്റെ അതേപോലത്തെ ഒരു ഗെയിം നിങ്ങളെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് നമ്മൾ കാർ ഫോർ സെയിലിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. കാർ ഫോർ സെയിൽ സിമുലേറ്റർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കാർ ഫോർ സെയിൽ സിമുലേറ്റർ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഗൈസ് ഇതാണ് ഈ എൻ്റെ കയ്യിലുള്ള കാർ ഫോർ സെയിൽ സിമുലേറ്റർ. ഇത് പക്ഷേ പക്കാ കോപ്പി എന്ന് തന്നെ പറയാം. നമ്മൾ ഗെയിം തെറാപ്പിസ്റ്റ് കളിക്കുന്നതിൻ്റെ പക്കാ കോപ്പി. അപ്പോൾ ഇത് നമുക്ക് നേരെ നമ്മൾ ഇന്ത്യൻ ബൈക്കിലോട്ട് പോവാം ഗൈസ്. നമ്മൾ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് സ്റ്റോറിയൊക്കെ ആക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഷോറൂമിലോട്ട് പോണ വഴി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വന്ന് ഈ തേരിയൊക്കെ കയറി കഴിഞ്ഞ് ഗൈസ് നമ്മൾ കുറേ അപ്ഡേറ്റ് ഒന്ന് കാണിക്കാൻ വിട്ടുപോയി ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ ഷോറൂം. നമ്മളാ കാർസ് ബൈ എന്നുള്ള ഒരു ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും നമ്മൾ വന്ന് നോക്കിയാലും വണ്ടികൾ കാണും ഗൈസ് അവിടെ. ഞാൻ അന്നൊരു ദിവസം കാർസ് ബൈ നിന്ന് അടിച്ചു നോക്കിയതാണ് ഗൈസ്. നമ്മൾ ഇന്നും ഉണ്ട് ഗൈസ് ആ കിടക്കുന്ന വണ്ടിയെല്ലാം. വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവാം. അൺലോക്കാണ് എല്ലാ വണ്ടിയും. നിങ്ങൾക്ക് ഈ ചീട്ടടിക്കാൻ മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ് ഗൈസ് ഇത്. ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഫെറാറിയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ സുപ്ര അവിടെ കിടപ്പുണ്ടല്ലോ ഗൈസ്. നമുക്ക് ഫെറാറിക്ക് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചില്ലേ. ഞാൻ ഈ ഫെറാറി അങ്ങനെ എടുത്തിട്ട് ഓടിച്ചിട്ടില്ല ഗൈസ് അപ്ഡേറ്റ് വന്നിട്ടൊന്നും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്. നമ്മൾ സംസാരത്തിനാലോ നമ്മളത് ശരിയാക്കണതായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ പറയണം ഗൈസ്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഗൈസ് നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഫെറാറി എടുത്ത് പറക്കുകയാണ് ഗൈസ്. അജിനര വില്ല് അരിചങ്ക സൊല്ല് ഇവനുടെ ദില്ല് പൊയ്ക്കാതിൽ. അപ്പോൾ ഗൈസ് ആർക്കെങ്കിലും റോബ്ലോക്സ് കളിച്ച് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. നമ്മൾ റോബ്ലോക്സ് കളിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ റോബ്ലോക്സ് ഉണ്ട്, കാർ ഫോർ സെയിലും ഉണ്ട്. ഇത് രണ്ടിലും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കമൻറ്റ് ഇടണം. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നിരിക്കും. ഇത് നമ്മൾ ഫെറാറി ഇടിച്ച് പൊട്ടിച്ച് അസലാട്ടാക്കിയാണ് ഗൈസ്. അസലാട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് പഠിപ്പിച്ചു തന്നെയാണ് ഗൈസ്. അസലാട്ട് എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞൂടെ, ഇപ്പം അയ്യോ അവന് പറഞ്ഞൂടാ. നശിപ്പിക്കുന്നതിനാണ് അവൻ അങ്ങനെ ഉദ്ദേശിച്ചത്. കേൾക്കാൻ സുഖമുണ്ട് ഗൈസ്. നമ്മൾ വണ്ടിയിലെ കോലം കണ്ട ഇങ്ങനെയാണ് ഫെറാറി നിങ്ങളെ ഇടിച്ച് പൊട്ടിച്ചിരിക്കണം.
നമുക്ക് ഒരു വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഇതിൽ മസ്താങ്ക് GTയുടെയാണ് കാണിച്ചു തരാം. എത്ര ഡ്രിഫ്റ്റ് മസ്താങ്ക് GT പൊട്ടു നോക്കാം ഗൈസ്. നമുക്ക് മസ്താങ്ക് GT കോഡൊക്കെ അടിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ മസ്താങ്ക് എടുക്കണം. ഇതിന് മസ്താങ്ക് GT എടുത്തിട്ട് പറക്കാണ്. ബാക്കിലെ സ്പോയിലറിൻ്റെ ഒക്കെ ലുക്ക്, സ്പോയിലറും കൂടെ വന്നപ്പോഴാണ് വണ്ടി മാസമായത്. അപ്പോൾ ഗൈസ് നമ്മളിതാ നേരെ പൊക്കൂ. എൻ്റെ അളിയാ ജസ്റ്റ് ഒന്ന് തൊട്ടെന്ന് തന്നെ വണ്ടി ഇളകണ്. നമ്മൾ ഓടിച്ചതിൻ്റെ കുഴപ്പമില്ല ഗൈസ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഡ്രിഫ്റ്റ് അടിക്കുമ്പോൾ പൊട്ടുക നമ്മൾ കൂട്ടോളൂ ഗൈസ്. അങ്ങനെ ഓവർ സ്പീഡിൽ പോകുന്നതോ നമ്മൾ ക്രാഷ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി. നോക്കാം ഇനി ഏത് പട്സ് ഇളകിപ്പോയാലും അത് വണ്ടിയുടെ കുഴപ്പമാണ് ഗൈസ്. ഞങ്ങൾ എത്ര സ്പീഡിൽ പോയാൽ ഇത് പൊട്ടുമെന്ന് നമുക്കറിയണമല്ലോ ഗൈസ്. ഗൈസ് ഇപ്പം തന്നെ ഇതൊക്കെ ഇളകണം ഗൈസ്. ഒരു ഡ്രിഫ്റ്റ് അടിക്കുമ്പോൾ ഗൈസ് നല്ല ഡ്രിഫ്റ്റ് കംഫോർട്ട് ഉണ്ട് ഗൈസ്. ഡ്രിഫ്റ്റ് അടിക്കാനൊക്കെ നല്ല നമ്മൾ നല്ല പറപ്പിച്ചെടുക്കുകയാണ് ഗൈസ് മസ്താങ്ക്. ഈ വഴികളിൽ എന്ത് സംഭവിക്കുന്നതൊന്നും നമ്മളെ കുറ്റമല്ല ഗൈസ്. മസ്താങ്ക ഗൈസ് വണ്ടിയുടെ അടപ്പല്ലളി ഗൈസ്. മസ്താങ്ക് ഒന്നിനും കൊള്ളില്ല. നിങ്ങൾ ആരും എടുക്കല്ലേ ഗൈസ് മസ്താങ്ക്. അങ്ങനെയല്ലേ സൂക്ഷിച്ചോടിച്ചാൽ ഇങ്ങനെ ഇതേപോലെ കണ്ടെത്തി കൂടെ പറപ്പിച്ചോടിച്ചാലാണ് ഗൈസ്. റോഡിൽ കൂടി ഇതേപോലെ ഓടിച്ചറിയാവുന്നവർക്ക് ഓടിക്കാം. നമ്മളിപ്പോൾ റോഡ് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. തൽക്കാലത്തേക്ക് കുറുക്കൊയ്യൊക്കെ എടുത്തിട്ടാണ് ഗൈസ് അടിക്കുന്നത് ഗൈസ്. നമ്മളിതാ പറപ്പിച്ച് പോയിട്ട് അവിടെ എത്തിയിട്ടൊരു ഡ്രിഫ്റ്റ് അടിക്കാം. നമ്മുടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ടാടാ മാറിയില്ല അങ്ങോട്ട്. ഡോറൊക്കെ അങ്ങ് ഒടിഞ്ഞ് ഗൈസ്. മസ്താങ്ക് സേഫ് അല്ലെന്ന് മനസ്സിലായല്ലോ. തറയൊക്കെ ഓടിച്ചിട്ടും ഒറിജിനൽ ലൈഫ് ആണെങ്കിൽ ഗൈസ് മസ്താങ്ക് പൊട്ടി തകരും. ഒരു ഇതുമില്ല, സംശയവും ഇല്ല മസ്താങ്കിൻ്റെ ഓടി അടിച്ചതിന്. അപ്പോൾ നമ്മൾ ഫെറാറിയുടെ കോഡാണ് ഏസിനെ അടിക്കാൻ പോകണം. അടിച്ചിട്ട് നമ്മൾ ഫെറാറിയുടെ ക്രാഷൻ ചെയ്ത് നോക്കാം. സുപ്രയുടെ നമ്മൾ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ നമ്മൾ മഹീന്ദ്ര താറിൻ്റെ വീഡിയോ ഒക്കെ പുതിയതായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളിതാ പറപ്പിക്കുകയാണ് ഗൈസ് വണ്ടി എടുത്ത്. അജിനരവില്ലു അരിച്ചൊങ്കസൊല്ല് ഇവനുടേതില്ല് പൊയ്ക്കാതിൽ മസ്താങ്കിനെ കാട്ടി അൺസേഫ് വണ്ടി ഫെറാറിയാണ്. ഫെറാറി എടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ പോകരുത് ഇങ്ങനെ. ബോണത്തൊക്കെ ഒറ്റ അടിക്കുകയാണ് ഗൈസ് ഇളകണ. റോഡ് വഴി മാത്രം സഞ്ചരിച്ച് നോക്കാം. ഇത് വണ്ടി നല്ല ഡ്രിഫ്റ്റിംഗ് ഒക്കെ പൊളിയായിട്ട് തന്നെ ഉണ്ടായി. നമ്മളെ റോബ്ലോക്സിൽ മാൻഷൻ ടൈക്കണിൽ സെയിം വണ്ടി ഉണ്ടായി. സെയിം വണ്ടി തന്നെ. പക്ഷെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്താ ഇതിനെ ഗ്രേ കളറാണ് അടിച്ചേക്കണത്. സെറ്റാ. നമ്മളെ വണ്ടിയുടെ ബാക്ക് ബമ്പർ ഇളകാറായി. നമുക്കിനി വണ്ടി അതൊക്കെ ഇളക്കാം. നമ്മളിനിപ്പോൾ തട്ടിച്ചിളക്കിയെന്നൊന്നും നമുക്ക് പരാതി വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ സ്പീഡിന് എടുക്കുന്നുണ്ട്. ജസ്റ്റ് തട്ടിക്കുന്നൊന്നുമില്ല, എവിടെ ഇടിച്ചിളക്കുന്നില്ല ഒരു സാധനവും. നമ്മൾ ജസ്റ്റ് റോഡ് വഴി പോവുക, ഇങ്ങനെ ഇളക്കണം. ബമ്പർ ബാക്കിലേ ഇളകി. ഇനി ഈ ഒരു കഥകം കൂടെ ഉള്ളു വണ്ടിക്ക് ഇളകാൻ ബാക്കി. ആ കഥകൊക്കെ ഇപ്പം ഇളകിത്തിറക്കി. നമ്മളിതാ പറക്കുകയാണ് ഈ സാധനം കൊണ്ട്. മാക്സിമം സ്പീഡിൽ പോവാണ് ഫെറാറിയുടെ. മാക്സിമത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്സിലേറ്ററിൽ കൂത്തിപ്പിടിക്കുകയാണ് ഈ വണ്ടിയുടെ. ചാവേട്ടി ആക്സിലേറ്ററിൽ കയറി നിൽക്കുകയാണ് ആക്സിലേറ്ററിൻ്റെ വണ്ടിയിൽ. എന്താ കളിയാ. ഓ അതും പോയി. ഇനി ഫെറാറി സെഫിലെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ബൈ ബൈ. ആ പാട്ടൊക്കെ ഇടണം കേട്ടോ. നമുക്ക് വേസ്റ്റായിട്ട് കാണാം. നമ്മൾ പോവുക 5-0 ഓടിക്കണം. സ്കൂട്ടി 4-0 അടിച്ച്. ഇപ്പോൾ വരുവേ.
പ്ലീസർ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയിട്ട് ലാ 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 ലേ